ഹായ് എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ. അപ്പം നവ്യയും ഇന്നലെ ആദർശിനെ കുറ്റപ്പെടുത്തി നിൽക്കുന്ന ഭാഗത്തോട്ടാണല്ലോ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദർശിനോട് നവ്യ പറയുന്നുണ്ടല്ലോ, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചെയ്ത തെറ്റ് വലിയൊരു തെറ്റാണെന്ന് പറയുന്നുണ്ട്, ആയിക്കോട്ടെ, എല്ലാ കുടുംബത്തിലും ഉണ്ടാവും വലിയേട്ടന്മാർ. അവർ പലരും ചെയ്ത തെറ്റ് മറച്ച് പിടിക്കുകയും ചെയ്യും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ. എന്നാൽ അവരൊരിക്കലും അനിയന്മാരെ കുറ്റപ്പെടുത്തേ അല്ലെങ്കിൽ അവരുടെ സ്വത്ത് മോഹിച്ച് പോയി ഒന്നും ചെയ്യില്ല എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ നവ്യ ഒരു പുച്ഛം പോലെ ഉണ്ട് കേട്ടോ നവ്യയുടെ മുഖത്ത്. എന്നിട്ട് ആദർശ് പറയേണ്ട നിലയ്ക്കാണ് ഇപ്പം എൻ്റെ പോക്ക്. ഈ അനന്തപുരി തലവാടി ഇന്നലെ പൊട്ടി മുളച്ചതൊന്നുമല്ല. ഇതിന് സമൂഹത്തിലൊരു നിലയും വിലയുണ്ട്, ഒരു അന്തസ്സുണ്ട്. അത് മുത്തച്ഛനും മുതുമുത്തച്ഛനൊക്കെ പണ്ടേ ഉണ്ടാക്കിയെടുത്ത പേരാ. അതിന് അപമാനം സംഭവിക്കുന്നതൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ആദർശ്. അപ്പം നവ്യ പറയുന്നുണ്ട്, വലിയൊരു തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ ആദർശേട്ടനെ കൊണ്ടേ പറ്റൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെ, എന്നെ കൊണ്ടേ പറ്റൂ, ഞാൻ ഇങ്ങനെ പോയി, എൻ്റെ സ്വഭാവം ഇനിയിപ്പോൾ അത് മാറ്റാനൊന്നും പറ്റില്ല. അതും എൻ്റെ ആദർശം അങ്ങോട്ട് നടന്നു പോയിട്ടോ. അപ്പോൾ അഭി പറയുന്നത് നവ്യയുടെ അടുത്ത്, അയാളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ സംസാരിച്ചത്. സംസാരവും പ്രവൃത്തി രണ്ട് രീതിയിലായി പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാം. നവ്യ ഇനി മറുപടി ഒന്നും പറയണില്ല കേട്ടോ. ഈ സമയം നയന ആദർശിനെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുക്കുമ്പോഴേക്കും ആദർശം അങ്ങോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മനസ്സിൽ വിചാരിച്ചിങ്ങനെ പറയുന്നുണ്ട്, വിളിക്കണമെന്ന് വിചാരിച്ചേ ഉള്ളൂ, അപ്പോഴേക്കും ഇങ്ങോട്ട് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. നീ ഉറങ്ങിയില്ല അല്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ. അങ്ങനെ ആദർശനെ വിളിക്കാതെ ഞാൻ ഉറങ്ങുമോ എന്ന് ചോദിക്കേണ്ടത്. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുമായിരുന്നു, അപ്പോഴേ കോള് വന്നേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, കാര്യങ്ങളൊക്കെ ആര് തണുത്തോന്ന് ചോദിക്കേണ്ട കേട്ടോ. അപ്പോൾ നയന പറയേണ്ടത്, ഇവിടെ ഇപ്പോൾ ഒരു മരണവീട് പോലെ ആദർശേട്ടാ, അച്ഛനും അമ്മയും വല്ലാത്ത ഷോക്കിൽ തന്നെയാണ്. പിന്നെ നന്ദുവിനാണെങ്കിൽ അഭിനൊന്നും തല്ലണമെന്നുണ്ട്. അപ്പോൾ ആദർശ് പറഞ്ഞു, അതിപ്പോൾ നമുക്കുണ്ടല്ലോ, നമ്മൾ പിന്നെ സ്വയം കൺട്രോൾ ചെയ്ത് പോവല്ലേ, ഇത്ര പെട്ടെന്ന് അവരോടൊന്നും പറയണ്ടായിരുന്നു എന്ന് തോന്നുകയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അത് പറ്റില്ല, പറയാതിരിക്കാൻ പറ്റില്ല ആദർശേട്ടാ, ഭക്ഷണത്തിന് മുന്നിൽ വരെ ആദർശേട്ടനെ അപമാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അങ്ങനെ ഇരിക്കുമ്പോൾ പറയേണ്ടവരോടൊക്കെ പറയണം ആദർശേട്ടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും ചന്തുമോളും അമ്മൂമ്മയും കൂടിയിട്ട് നമ്മുടെ ആദർശിൻ്റെ മുറിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നത്, അതേ എത്തി നയന നമ്മുടെ ചന്തുമോൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, മോൾക്കൊന്ന് കൊടുത്തേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ മോളെ നയനാമ്മയെന്ന് പറഞ്ഞിട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ചന്തുമോൾ നയനാമ്മയെ എന്ന് വിളിക്കേണ്ട കേട്ടോ. അതെ, നാളെ മോൾക്ക് സ്കൂളിൽ പോലെ സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ എന്ന് ചോദിക്കട്ടെ. വേണം എന്ന് പറയണ്ട കേട്ടോ. അപ്പോളേ ഇന്ന് അച്ഛൻ അവിടെ തനിച്ച, എന്നാൽ അച്ഛൻ്റെ കൂടെ കിടന്നോ കേട്ടോ എന്ന്. അപ്പോൾ ശരി എന്ന് പറയണ്ട കേട്ടോ നയന. അപ്പോൾ ഫോൺ തിരിച്ചു കൊടുത്തിട്ടുണ്ട് മോള്. എന്നിട്ട് ആദർശ് തന്നെയാണ് പറയേണ്ടത്, നാളെ നമുക്ക് മോൾക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, വരുമ്പോഴേ മോളെയും കൂടി കൂട്ടിക്കോ, ഇവിടെ എല്ലാവരും മോളെ കാണാൻ കാത്തിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആദർശ് ഫോൺ വെച്ചപ്പോൾ അമ്മ ദേഷ്യപ്പെട്ടിട്ട്, അതെന്താ ഞാനിവിടെ നിൽക്കുന്നത് കണ്ടില്ലേ, എന്നിട്ട് എന്തിനാ എനിക്ക് തരേണ്ട ഫോൺ കട്ട് ചെയ്തെന്ന് ചോദിക്കണ്ട കേട്ടോ. അയ്യോ ഞാൻ മറന്നു, ഞാൻ അപ്പോൾ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത്, ഇന്ന് നീ തനിച്ചല്ലേ ഇവിടെ, മോള് നിനക്കൊപ്പം കിടക്കട്ടെ, കിടക്കില്ലേ മോളെ വയ്ക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നത്, അവിടെ ഒരാൾക്കിപ്പോൾ മോളെ അടുത്തില്ലെങ്കിൽ ഉറക്കം വരില്ല, നിൻ്റെ അച്ഛനെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, നാളെ ഞങ്ങൾ ബുക്കും ബാഗൊക്കെ മേടിക്കാൻ പോകുമല്ലേ മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഞാൻ മോളോട് ചോദിച്ചേ ആരാവണമെന്ന്. അപ്പോൾ മോൾക്ക് ചില്ലറ ആഗ്രഹമൊന്നുമല്ല, അവൾക്ക് കളക്ടർ ആവണമെന്ന്. അപ്പം മോളുടെ ആഗ്രഹം പോലെ കളക്ടർ തന്നെ ആവണം കേട്ടോ എന്ന് പറയട്ടോ. എന്നാൽ മോളെ അച്ഛനെ പുറങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശച്ഛനും മോളും കൂടി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ നയനയുടെ അച്ഛനും അമ്മയും കൂടി ചായ കുടിക്കുമ്പോൾ നയനമോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ. നയനമോളെ ചായ കുടിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചായ എടുത്ത് കുടിക്കാനിടയ്ക്ക് നമ്മുടെ നയനമോൾ പറയുന്നുണ്ട്, അതെ ആദർശേട്ടൻ ഇപ്പോൾ വരും, ഒരാളെയും കൂട്ടിയിട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആരെ മോളെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ വരുമ്പോൾ കാണാം. അപ്പോഴേക്കും വണ്ടിയുടെ ഹോൺ കേട്ടു കേട്ടോ. അതേ പറഞ്ഞ് നാക്കെടുത്തിട്ടില്ലേ, അപ്പോഴേക്കും ആളെത്തിയല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അച്ഛനും മോളും കൂടി കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് മോളെ നയനമ്മയുടെ വീടാ. അപ്പം നയനെ ചോദിക്കേണ്ട, ആളെ അറിയാൻ ചോദിക്കേണ്ട കേട്ടോ. പിന്നെ മോളെ ഞങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ പറയേണ്ട അമ്മ. എന്നിട്ട് വേഗം ആദർശിൻ്റെ അടുത്ത് നിന്ന് വാരിയെടുത്ത് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിലത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കേണ്ട, മോളുടെ പേരൊക്കെ ഞങ്ങൾക്കറിയാം, എന്നാലും മോള് പറയുന്നത് കേൾക്കാൻ ഒരു കൊതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പൂപ്പൻ്റെ പേര് പറഞ്ഞു കൊടുത്ത മോളെ എന്ന് പറയുന്നത് നയന. അപ്പോൾ മോള് കൊഞ്ചിട്ട് ചാന്ദിനി മോള് എന്ന് പറയുന്നുണ്ട്. അപ്പം നയന പറയേണ്ടത്, അതെ ചാന്ദിനി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ, പിന്നെ മോളെ ഒന്ന് വിളിക്കണം വേണ്ടതെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അപ്പം മോളിങ്ങനെ തലയിട്ടാട്ടുണ്ട് കേട്ടോ. ഈ മോളേനെ പിന്നെ സുന്ദരി മോളേനെ എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും വിളിക്കുമോ അല്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ. അപ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, അതൊക്കെ പോണ്ടേ, മോൾക്ക് കുടിക്കാൻ എന്താ വേണ്ടേ ചോദിക്കേണ്ട കേട്ടോ. എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അതെന്താ, ഈ അമ്മൂമ്മ എന്തെങ്കിലും തന്നാൽ മോള് കുടിക്കില്ലേ എന്ന് ചോദിക്കേണ്ട. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അമ്മ ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് വന്നത്, മാത്രമല്ല മോളായിട്ട് ചെറിയ പർച്ചേസും ഉണ്ട്, നാളെ മോളെ സ്കൂളിൽ ചേർക്കാൻ പോകല്ലേ, അപ്പം ബാഗും ബുക്കും വാട്ടർ ബോട്ടിലൊക്കെ മേടിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം അമ്മയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അയ്യോ ഈ മോള് വന്നിട്ട് ഒന്നും കൊടുത്തില്ലല്ലോ. അപ്പോൾ ആദർശ് പറയാം, അമ്മ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട, മോളായിട്ട് കഴിക്കാനും കുടിക്കാനൊക്കെ ഞങ്ങൾ ഉടനെ തന്നെ വരുന്നുണ്ട്, ഇപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ, അമ്മയുടെ അച്ഛന് ദേഷ്യമൊക്കെ മാറിയല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ദേഷ്യമൊക്കെ പറയും, പക്ഷേ മോനെ തള്ളി പറഞ്ഞാലുള്ള വിഷമം ഇപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എൻ്റെ അമ്മയാണെങ്കിൽ ഉണ്ണീനെ അവിടെ ഭയങ്കര കുഞ്ചിക്കലും ഉമ്മ വയ്ക്കലും ഒക്കെ കേട്ടോ.
അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് സത്യം അറിഞ്ഞപ്പോൾ അബിയോട് തല്ലാളെ ദേഷ്യമുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നവ്യ ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്, അബി ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ വിചാരിച്ചിരിക്കണേ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് തൽക്കാലം ഇപ്പോൾ അബി കൈവിട്ടാലും നവ്യക്കും കുഞ്ഞിനൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, നവ്യ ഞങ്ങൾ പൊന്നു പോലെ നോക്കും. എന്നാലും അതല്ലല്ലോ ഈ കഥയിലെ വില്ലൻ അവനാന്ന് അറിയുമ്പോൾ നവ്യ തളർന്നു പോകും. നമ്മളായിട്ട് ഇപ്പോൾ അതിനൊരു ഇടവരുത്തണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ എൻ്റെ ഭാര്യയുണ്ട്, പിന്നെ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്നെ നല്ല വിശ്വാസമാണ്, സ്നേഹിക്കുന്നവർ കൂടെ ഉണ്ടായാൽ മതിയാച്ചാ, ബാക്കി എല്ലാവരും തല്ലി കളഞ്ഞോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ആദർശ്. ഞാനൊന്നും കാര്യമാക്കണില്ല, എന്നാൽ പിന്നെ നമുക്ക് പോകണ്ടേ എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കൊക്കെ നിറച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് ചന്തമോൾ. അത് കഴിഞ്ഞിട്ട് അവർ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറയേണ്ട അച്ഛൻ്റെ അടുത്ത്, പാവം കുഞ്ഞല്ലേ ഗോവിന്ദേട്ടാ, അതിൻ്റെ അമ്മേനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ദുഷ്ടൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എന്നാലും എത്തേണ്ട കൈകളിൽ തന്നെ അത് എത്തിയല്ലോ, അതോർത്ത് സമാധാനപ്പെടാം. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയും ഉണ്ണിയും കൂടിയിട്ട് പർച്ചേസിന് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഓരോന്നിങ്ങനെ എടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. നയന ബാഗ് എടുത്തിട്ട് ചോദിച്ചു ഉണ്ണിയുടെ അടുത്ത് ഇത് ഇഷ്ടമായി എന്ന് ചോദിച്ചു. മോള് പറയുന്നുണ്ട് ഇഷ്ടമായി എന്ന് പറയും, എന്ത് ചോദിച്ചാലും തലയാട്ടിക്കോളും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് മോളുടെ അമ്മ എന്നെ മോൾക്ക് ഇഷ്ടമൊക്കെ വേണ്ടതൊക്കെ മേടിച്ചോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നത് എന്ന് വെച്ച് മോളുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ, അതിന് മോളൊക്കെ തലയാട്ടിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുട മേടിക്കാൻ പോയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് മോൾ കുടയൊക്കെ ചൂടിയിട്ട് വേണ്ടേ സ്കൂളിൽ പോകാൻ, നല്ലൊരു കളർഫുൾ കുട മേടിക്കാം എന്ന് പറഞ്ഞിട്ട് കുട എടുത്ത് അത് കുഴപ്പമില്ല എന്നുകൊണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് അതേ കുട ഭംഗി നോക്കാണ്ട് വില നോക്ക്, അല്ലെങ്കിൽ വേഗം ചീത്തയായി പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് തന്നെ പറയണ്ടേ ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ചന്തമോളുടെ കയ്യിൽ പിടിക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളി പർച്ചേസൊക്കെ കഴിഞ്ഞ് സെൽഫിയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ അച്ഛനും അമ്മയും മോളും കൂടിയിട്ട്. അപ്പോൾ ദേവയാനി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ദേവയാനി എല്ലാം വാങ്ങിയോ എന്നൊക്കെ നോക്കിയിട്ട് ചന്തമോളും കൂടിയിട്ട് ഇങ്ങനെ എല്ലാവരും നിൽക്കുന്ന സമയത്താണ് കേട്ടോ നവ്യയും അബിയും കുഞ്ഞും കൂടിയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് എങ്ങോട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ നയന. അപ്പോൾ പറയും മോനൊന്ന് ആശുപത്രി കാണിക്കണം, എന്നിട്ട് വീട്ടിൽ പോകണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന മോനെ കൊഞ്ചിക്കാനായിട്ട് ഇങ്ങനെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഈ മോനെ ചക്കര എന്ത് പറ്റിയിടാന്ന് ചോദിച്ചപ്പോൾ കൈ പിടിച്ച് തട്ടി മാറ്റിയിട്ടോ നവ്യ. എന്നിട്ട് പറയുന്നുണ്ട് വേണ്ട വേണ്ട, നീ ഈ കുഞ്ഞിനെ കൊഞ്ചിച്ചാൽ മതി, നീ ഈ കുഞ്ഞിന് വേണ്ടതൊക്കെ മേടിച്ചു കൊടുത്തല്ലോ, എൻ്റെ കുഞ്ഞിനെ മാത്രമേ ഉള്ളൂ പുറത്തേക്ക് കൊണ്ടുപോകാനും ആളില്ലാത്തത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി ചോദിക്കുന്നത് എന്തിനാ നവ്യ അങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിന്നൊരു വ്യത്യാസം ഉണ്ടോ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വ്യത്യാസം തോന്നുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങനെ വീട്ടിൽ പോകണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ അവൾക്ക് ശ്വാസം മുട്ടുന്നത്, അതുകൊണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോണേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട് ഇപ്പോൾ ആദർശ് ചേട്ടനാണല്ലോ തെറ്റുകാരൻ, അബിയാണല്ലോ ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും നല്ല മരുമകൻ. അപ്പം നവ്യ പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മ അവരങ്ങനെ കരുതുകൊണ്ട് എന്താ കുഴപ്പം, നമ്മുടെ അച്ഛനും അമ്മ ഏതുകൊണ്ടാണ് ആദർശൻ്റെ മുഖത്ത് നോക്കി കടുത്ത വാക്കുകളൊന്നും പറയാത്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എന്തായാലും പോകാൻ ഇറങ്ങിയതല്ലേ, ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വേണ്ടേ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ, അധികം സംസാരിക്കണ്ട, പോകാൻ നോക്ക്. എന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ട് നാളെ ഇവളെ സ്കൂളിൽ ചേർക്കാൻ പോവല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന ചോദിക്കുന്നത് എന്താ ചേർക്കട്ടെ, ചേർക്ക്, അല്ല ഇവളുടെ പേരിൻ്റെ കൂടെ അച്ഛൻ്റെ പേരാണോ അമ്മയുടെ പേരാണോ ചേർക്കണത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട് അത് ഞങ്ങൾ ആലോചിച്ചിട്ട് എന്താ ചെയ്തോളാം ചേച്ചി, ഇപ്പോൾ അതോർത്ത് വിഷമിക്കണ്ട, നവ്യ പോവാന്ന് പറഞ്ഞിട്ട് അബി നവ്യനെയും കൂട്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയണ്ടേ ഇവളുടെ അച്ഛനമ്മ അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു, അതറിയാണ്ട് ഇപ്പോൾ അവരങ്ങോട്ട് പോണത് നല്ല സ്വീകരണം കിട്ടുമെന്ന് കരുതിയിട്ട്. എന്നിട്ട് നയനോട് ചോദിക്കണ്ടല്ല നിൻ്റെ അച്ഛനമ്മ ഇപ്പോൾ ദേഷ്യമൊക്കെ പുറത്ത് കാണിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട് കാണിക്കരുതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, അച്ഛനമ്മയെ എത്രയായാലും അത്ര വലിയ തെറ്റല്ല അവൻ ചെയ്തത്, അത് തെറ്റ് ചെയ്യാൻ മാത്രമല്ല ഇവനെ കുറ്റക്കാരനാക്കുകയും ചെയ്തില്ലേ, ഒരേ സമയം ഒരുപാട് പാപങ്ങൾ അവൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ദേവയാനി. എന്നിട്ട് പിന്നെ മോളോട് പറയുന്നുണ്ട് എന്നാൽ പിന്നെ മോള് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, ഞാൻ ഈ കുറച്ച് പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന എന്നാൽ പിന്നെ അതൊക്കെ തിന്നണ്ടേ. ഇത് കുഞ്ഞു നയനയും കൂടി അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് പാവം ആ കുഞ്ഞിന് ഒരു കുറവും വരുത്തല്ലേ ആദർശ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നത് ഇനിയിപ്പോൾ നമ്മളൊക്കെ എന്തൊക്കെ കുറവ് വരുത്താൻ ശ്രമിച്ചാലും ആ കുഞ്ഞിൻ്റെ അമ്മയുടെ സ്ഥാനം ഏറ്റെടുത്ത നയനയല്ലേ, അവിടെ ഒരു കുറവും വരുത്തില്ല. അതാണ് എൻ്റെ ഏകയുള്ള ആശ്വാസം എന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവയാനി. അത് കഴിഞ്ഞിട്ട് നയനയുടെ വീട്ടിൽ അച്ഛനും ഇരിക്കണം കേട്ടോ. അപ്പോഴേക്കും നവ്യയും അബിയും കൂടി അവിടെ എത്തിയിട്ടുണ്ടേ. അപ്പോൾ കാറിൻ്റെ ഹോണടി കേട്ടപ്പോഴേക്കും നന്ദുട്ടനും അമ്മയും കൂടിയിട്ട് ഇങ്ങോട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ പറയുന്നത് ചേച്ചി പറഞ്ഞത് രണ്ടാൾക്ക് ഓർമ്മയുണ്ടല്ലോ, അവർ ദേഷ്യം അവരോട് കാണിക്കരുതെന്ന് പറയും കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട് തൽക്കാലം അഭിനയിച്ചേ പറ്റൂ, അവർക്ക് യാതൊരു സംശയവും തോന്നരുത്, തെറ്റൊന്നും ചെയ്യാതെ ഇരുന്നിട്ടും ആദർശേട്ടൻ അഭിനയിച്ചില്ലേ, അതിന് നയനേച്ചും കൂട്ടി നിന്നില്ലേ, തൽക്കാലം അതുപോലെ നമ്മളും കുറച്ച് അഭിനയിച്ചേ പറ്റൂ എന്ന് പറയുന്നത് നന്ദുട്ട്. അപ്പോഴേക്കും നവ്യ ചിരിച്ചിട്ട് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത് കുഞ്ഞിനൊന്ന് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയതാ, എന്നാലും അത് നല്ല കരച്ചിലായിരുന്നു, ഇനിയിപ്പോൾ വല്ല ചെവിവേദന വയറുവേദന ഉണ്ടോ എന്ന് അറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ വേഗം കുഞ്ഞിനെ വാരിയെടുക്കുന്നുണ്ട്. ഇനി ഡോക്ടർ എന്ത് പറഞ്ഞു മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടി പറയണത് അബിയാണ്. അതുപോലെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട് കുഞ്ഞൊന്ന് കരഞ്ഞ് അപ്പം തന്നെ അബിക്ക് ഡോക്ടറെ കാണിക്കണം, ഞാൻ പറഞ്ഞതാ ഹോസ്പിറ്റലൊന്നും പോകണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദിട്ട് അങ്ങനെ തലയിട്ടാട്ടുണ്ട്.
അപ്പോൾ അബി പറയുന്നുണ്ട് കുഞ്ഞുങ്ങളല്ലേ അവർക്ക് കരയാനല്ലേ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ചില നേരത്തെ വലിയവൻ്റെ കാര്യം അങ്ങനെ തന്നെ അബി, ചിലതൊക്കെ ഉള്ളിൽ ഒതുക്കിയിരിക്കാനേ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അബി ഇങ്ങനെ സംശയത്തിൽ നോക്കുന്നുണ്ട് കേട്ടോ അച്ഛനെ. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നന്ദൂട്ടൻ വിഷയം പറയുന്നുണ്ട് അല്ല അത് ആദർശൻ്റെ കാര്യം ഓർത്തിട്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞതാന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൻ്റെ കാര്യം ഓർത്തിട്ട് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട, അല്ലെങ്കിൽ 1-2 വട്ടം അച്ഛൻ്റെ ഹാർട്ട് പണി മുടക്കിയതാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനും ഇങ്ങനെ നോക്കുന്നുണ്ട് പരസ്പരം. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ബ്രാഞ്ച് വരെ പോയിട്ട് വന്നിട്ട് നിന്നെ കൂട്ടിക്കൊണ്ടുപോയിക്കോളാം, തൽക്കാലം നീ ഇവിടെ നിൽക്ക്. ഇവിടെയാകുമ്പോൾ കുഞ്ഞിനെ മാറി മാറി എടുക്കാൻ ആളുണ്ടല്ലോ, അവിടെ പിന്നെ ചന്തമോളെന്ന് എന്ന് പറഞ്ഞ് ഒരുത്തിയെ നോക്കാനേ ആളുള്ളൂ, എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് അബി. എന്നിട്ട് അബി പറയും നാളെ അവളെ സ്കൂളിൽ ചേർക്കാൻ പോവുക ചന്തമോളേനെ. ആദർശൻ്റെ കുഞ്ഞാ ചന്തമോള്, പക്ഷേ അവളെ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ എന്തിനാണ് ആ വേടത്തി അതിൻ്റെ പിന്നാലെ പോണത്. അപ്പം നന്ദൂട്ടൻ പറയുന്നുണ്ട് എൻ്റെ ചേച്ചി അങ്ങനെയാണ്, ആദർശേട്ടൻ്റെ സങ്കടങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ആളാണ്, അല്ലാതെ ഒരു പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവർക്കൊപ്പം നിന്നിട്ട് ആദർശേട്ടനെ കല്ലെറിയില്ല. അപ്പം നവ്യ പറയുന്നുണ്ട് ഓ അവൾ ആക്കിയിട്ടിപ്പോൾ ആദർശം പറയാൻ തുടങ്ങി. എടി അത്ര ആദർശമൊക്കെ നിനക്കുണ്ടെങ്കിലേ നീ നയനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ആദർശേട്ടൻ ഇപ്പോൾ അവളെ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കണ പരിപാടി ചെയ്തിരിക്കുന്നത്. നമ്മളിതൊക്കെ ന്യായീകരിക്കാമെന്നുണ്ടല്ലോ, ആ ചന്തുമോളുടെ അമ്മ കോമയിൽ കിടക്കണില്ലേ, അവളുടെ കോമയിൽ നാളെ മാറിക്കഴിഞ്ഞാൽ അയാൾ വീട്ടിലേക്ക് കൊണ്ടുവരും. അവിടെ നയന ഒറ്റപ്പെടാൻ പോകുന്നത്, ആ വീട്ടിൽ നിന്ന് പുറത്താവാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് നയന. അപ്പോൾ അച്ഛൻ എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ആദർശ് നയന അവിടെ നിന്ന് പുറത്താക്കില്ല, ഇനിയിപ്പോൾ പുറത്താക്കി തന്നെ മോൾ ആ വീട് വിട്ട് ഈ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരട്ടൂല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ, വരത്തൂല്ല എന്ന് പറയും. അപ്പോൾ നവ്യ പറയും എന്താ അച്ഛന് ഇത്ര ഉറപ്പ്. അപ്പോൾ അഭി പറയുന്നുണ്ട് കേട്ടോ ഏടത്തി ഇങ്ങോട്ട് വരില്ലായിരിക്കും, പക്ഷേ അനഘ എന്ന പെൺകുട്ടി അനന്തപുരി തറവാട്ടിൽ എത്തി കഴിഞ്ഞാൽ ചേട്ടൻ ഏടത്തി പുറത്താക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം അച്ഛൻ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ അമ്മ പെട്ടെന്ന് വിഷയം മാറ്റിട്ടുണ്ട്. അമ്മ പറയുന്നത് അബി എന്തായാലും ബ്രാഞ്ചിലേക്ക് പോകാൻ ഇറങ്ങല്ലേ, താമസിക്കേണ്ട, പെട്ടെന്ന് പോയിട്ട് വരാൻ നോക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബിക്ക് അത് അത്ര അങ്ങോട്ട് ഏറ്റില്ല എന്നുള്ളതിൽ കണ്ടിട്ട് അബി ഇങ്ങനെ എന്തോ അങ്ങനെ ആലോചിച്ച് നിൽക്കണം കേട്ടോ. എന്നിട്ട് പറയും ശരി നവ്യ ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നവ്യ തലയിട്ട് ആട്ടിയിട്ടുണ്ട്. അങ്ങനെ അബി പോയിട്ടോ. അബി പോയപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് വന്നത്, എന്നാലും അമ്മ ചായ എന്തെങ്കിലും കുടിക്കണം മോനെന്ന് കൂടി ചോദിക്കാണ്ട് അമ്മ എന്താ പെട്ടെന്ന് അബിനെ ഒഴിവാക്കിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നത് അയ്യോ മോളെ ഞാൻ ഒഴിവാക്കിയതൊന്നുമല്ല, അത് അവൻ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാൻ പറഞ്ഞതാന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നവ്യ പോയിട്ട് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദൂട്ട് അങ്ങനെ ആകെ അങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. നവ്യ ഉണ്ണിയുടെ തുണികളൊക്കെ മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉണ്ണീനെ കൊഞ്ചിട്ട് അവിടെ കിടത്തുന്നുണ്ട്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് അമ്മയുടെ അടുത്ത് ആദർശനെ സ്നേഹിക്കണമെന്ന് നയന അമ്മോട് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണോ ഇപ്പോൾ ആദർശനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നത് ഞങ്ങളോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ലേ മോളെ. അപ്പോഴേക്കും നന്ദൂട്ടിനെ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് പിന്നെ നന്ദൂട്ടൊരു പാർട്ടി നടത്തിയപ്പോൾ ഞങ്ങൾ ആദർശിൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണമൊന്നും കഴിക്കാൻ പോയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിൽ നല്ല വിഷമമുണ്ട് നയനയ്ക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഈ വിഷമമുള്ളവരൊക്കെ നന്നായി ഭക്ഷണം കഴിച്ചല്ലോ. അപ്പോൾ നന്ദൂട്ടൻ ചോദിക്കുന്നത് അത് പിന്നെ കഴിക്കാൻ വേണ്ടിയല്ലേ ചേച്ചി അമ്മയെല്ലാം ഉണ്ടാക്കി വെച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നത് നിനക്ക് എന്തൊക്കെ പറഞ്ഞാലും നയനോടുള്ള അതേ സ്നേഹം ആദർശനോടും ഉണ്ട്, അതുകൊണ്ട് തുടക്കം മുതൽ ഇതൊക്കെ അറിഞ്ഞിട്ടും ആദർശമായിട്ട് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദൂട്ടൻ പറയുന്നുണ്ട് ആ വിശ്വാസം ഇപ്പോഴും ഉണ്ട്, ഇതിലാദർശേട്ടൻ എന്തോ ചതി പറ്റിയിട്ടുണ്ട് പറയുന്നുണ്ട് കേട്ടോ നന്ദൂട്ടൻ. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചതി പറ്റിയെങ്കിൽ അയാൾക്ക് ചന്തുമോളിൽ അയാളുടെ മോളെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ, നാളെ നീ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ചന്തുമോളെ സ്കൂളിൽ ചേർക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ. അപ്പോഴേക്കും അമ്മ ചോദിക്കുന്നുണ്ട് അല്ല നവ്യ മോളെ നിനക്ക് ഈ വിഷയം മാത്രമേ സംസാരിക്കാനുള്ളൂ, നിന്നെ ആദർശം അതിനൊക്കെ എത്ര സ്നേഹിക്കേണ്ടത് നിനക്ക് അറിയില്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതെന്താ എനിക്കറിയാത്തത്, ഞാനിപ്പോൾ അവളോട് എന്തെങ്കിലും നീരസം കാണിക്കണമെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്, എൻ്റെ കുഞ്ഞിനെ മറന്നിട്ട് അവൾ അന്യത്തിൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദൂട്ടൻ്റെ അമ്മയും പരസ്പരം അങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് മാത്രമല്ല ആ കുഞ്ഞിനെ അവൾ അമ്മയില്ലേ, എനിക്കതൊന്നും ഒട്ടും സഹിക്കണില്ലേ അമ്മേ. അപ്പോൾ നന്ദൂട്ടൻ പറയുന്നുണ്ട് കല്യാണത്തിന് മുന്നേ ഇവിടെ ഉള്ളപ്പോഴും നയനേച്ചിയുടെ സ്വഭാവം ചേച്ചിക്ക് അറിഞ്ഞൂടെ, അപ്പോഴും 1-2 പറഞ്ഞ് ചേച്ചിയോട് എപ്പോഴും വഴക്കുണ്ടാക്കുമായിരുന്നു, ഇപ്പോഴും ആ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞു മാറ്റം വന്നിട്ടില്ല എന്ന്, ഞാനൊരിക്കൽ മാറിയതാ, അബീനെയും അമ്മേനെയൊക്കെ തള്ളി കളഞ്ഞിട്ട് ആദർശേട്ടൻ എൻ്റെ കൂടെ നിന്നതാ. പക്ഷെ ഇവിടെ അങ്ങനെ നിൽക്കാൻ പറ്റില്ലോ, അത്ര വലിയ തെറ്റ് ആദർശേട്ടൻ ചെയ്തിരിക്കുന്നത്, ഒരു പെൺകുട്ടിക്ക് അത് സഹിക്കാനും പറ്റില്ല പൊറുക്കാനും പറ്റില്ല. പിന്നെ നിൻ്റെ ചേച്ചി എല്ലാം വന്നിട്ട് അയാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലേ അത് അയാളുടെ ഭാഗ്യമെന്ന് കരുതിയാൽ മതി എന്നും പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് അവിടുന്ന് പോകണ്ടിട്ട് നവ്യ. അപ്പോൾ അമ്മ ചോദിക്കുന്നത് നന്ദൂട്ടനോട് ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദൂട്ടൻ പറയണ്ട ഒന്നും പറയണ്ട അമ്മേ, ചേച്ചി സംസാരിക്കുന്ന പോലെ നമ്മൾ സംസാരിച്ചാലേ തകരുന്നത് ചേച്ചിയുടെ ജീവിതമായിരിക്കും, ചേച്ചിയുടെ ഭർത്താവാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞാലേ പിന്നെ നവ്യേച്ചി അല്ല നയനേച്ചി അല്ല നവ്യേച്ചി കയ്യിൽ കിട്ടുന്നത് എടുത്തിട്ട് അവന് തലക്കടിച്ചു കൊല്ലും. അതും കേട്ടിട്ട് തലയ്ക്ക് കൈവച്ച് നിൽക്കാൻ കേട്ടോ അമ്മ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. അപ്പം നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ ബൈ.